ഹായ്, ഞാൻ ഡോക്ടർ സ്വാതി. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആൽഷിമേഴ്സ് രോഗത്തിനെ കുറിച്ചാണ്. കാലക്രമേണ മെമ്മറി, ചിന്ത, പഠനം, സംഘടിപ്പിക്കൽ കഴിവുകൾ എന്നിവയിൽ കുറവ് കാണുന്ന രോഗമാണിത്. ഡിമെൻഷ്യ അല്ലെങ്കിൽ മറവി രോഗത്തിന്റെ ഏറ്റവും സാധാരണമായ കാരണമാണിത്. സാധാരണമായി 65 വയസ്സിന് മുകളിലുള്ളവരിലാണ് ഇത് ബാധിക്കുന്നത്. അടിയന്തര ദൈനംദിന പ്രവർത്തികൾ നിർവഹിക്കാനുള്ള ഒരു വ്യക്തിയുടെ കഴിവിനെ ഇത് ബാധിക്കുന്നു. ആൽഷിമേഴ്സിന്റെ ലക്ഷണങ്ങൾ കാലക്രമേണ വഷളാകുന്നു. ആദ്യ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതിന് 10 വർഷമോ അതിൽ കൂടുതലോ രോഗപ്രക്രിയ ആരംഭിച്ചിരിക്കുന്നു എന്നാണ് റിസർച്ചുകൾ പറയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 65 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്കാണ് യൂഷ്വലി ആൽഷിമേഴ്സ് കാണുന്നത്. എന്നാലും 40 വയസ്സിനും 50 വയസ്സിനും ഇടയിലുള്ള ആൾക്കാരിലും ആൽഷിമേഴ്സ് കാണുന്നുണ്ട്. ഇത് പക്ഷേ അപൂർവമാണ്. പല ഘട്ടങ്ങളായാണ് ഈ രോഗം രൂപപ്പെടുന്നത്. പ്രീ ക്ലിനിക്കൽ ആൽഷിമേഴ്സ് ഡിസീസ്, ആൽഷിമേഴ്സ് രോഗം മൂലമുള്ള മൈൽഡ് കോഗ്നിറ്റീവ് ഇമ്പയർമെന്റ്, ആൽഷിമേഴ്സ് മൂലമുള്ള നേരിയ ഡിമെൻഷ്യ, ആൽഷിമേഴ്സ് രോഗം മൂലമുള്ള മിതമായ ഡിമെൻഷ്യ, ആൽഷിമേഴ്സ് രോഗം മൂലമുള്ള കടുത്ത ഡിമെൻഷ്യ. ഇതോടൊപ്പം സൗമ്യമായ, മിതമായ, കഠിനമായ അഥവാ നേരത്തെയുള്ള, മധ്യത്തിലുള്ള, വൈകി വരുന്ന എന്നും ഘട്ടം തിരിക്കാം. ആൽഷിമേഴ്സിന്റെ പ്രാരംഭഘട്ടത്തിൽ നിങ്ങളുടെ കഴിവുകളിൽ ചെറിയ കുറവ് കണ്ടേക്കാം. ഇത് മൈൽഡിൽ നിന്ന് കഠിനമാകുമ്പോൾ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തെ തന്നെ ബാധിക്കാം. മിതമായ ആൽഷിമേഴ്സിന്റെ ലക്ഷണങ്ങളിൽ ചിന്തകൾ പ്രകടിപ്പിക്കാൻ ശരിയായ വാക്കുകൾ കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്നു. സാധാരണയേക്കാൾ കൂടുതൽ വസ്തുക്കൾ നഷ്ടപ്പെടുകയോ സ്ഥാനം തെറ്റുകയോ ചെയ്യുന്നു. പദ്ധതികൾ തയ്യാറാക്കുന്നതിനോ സംഘടിപ്പിക്കുന്നതിനോ ഉള്ള ബുദ്ധിമുട്ട്, പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ബുദ്ധിമുട്ട്, ദൈനംദിന ജോലികൾ പൂർത്തിയാക്കാൻ കൂടുതൽ സമയമെടുക്കുക, ഓർമ്മക്കുറവ്, ആശയവിനിമയത്തിനുള്ള ബുദ്ധിമുട്ട്, ജീവിതാനുഭവങ്ങൾ, പഴയ സ്കൂൾ ലൈഫുകൾ മറന്നുപോകുക, ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ മറന്നുപോകുക, കുടുംബക്കാരെയും സുഹൃത്തുക്കളുടെയും ഓർമ്മ നഷ്ടപ്പെടുക, ചെറിയ ഗണിതത്തിന് വരെ ബുദ്ധിമുട്ടുണ്ടാകുക. പിൽക്കാലത്ത് കുളി, ബാത്റൂം ഉപയോഗം എന്നിവയ്ക്ക് സഹായം ആവശ്യമായി വരുന്നു. പ്രകോപിതരാകുകയോ വ്യക്തിത്വ മാറ്റങ്ങൾ അനുഭവിക്കുകയോ വിഷാദം, നിസ്സംഗത, ഉത്കണ്ഠ എന്നിങ്ങനെ കാണിച്ചേക്കാം. ആൽഷിമേഴ്സിന്റെ ഗുരുതരമായ ഘട്ടത്തിൽ ഏതാനും പൂർണ്ണമായും മെമ്മറി നഷ്ടം ഉണ്ടാകുന്നു. ചുറ്റുപാടുകളെയും സുഹൃത്തുക്കളെയും കുടുംബാംഗങ്ങളെയും പൂർണ്ണമായും മറക്കുന്നു. ഭക്ഷണം കഴിക്കുക, ഇരിക്കുക, നടക്കുക എന്നിങ്ങനെ ദൈനംദിന ജീവിതത്തിന് പോലും സഹായം ആവശ്യമായി വരുന്നു. സംസാരം ഏതാനും വാക്കുകളോ ശൈലികളോ ആയി ചുരുങ്ങുന്നു. അണുബാധ, പ്രത്യേകിച്ച് ന്യൂമോണിയ, ചർമ്മരോഗങ്ങൾ എന്നിവയ്ക്ക് ഇരയാകുന്നു. മസ്തിഷ്കത്തിലെ നാഡീകോശങ്ങളിൽ അമൈലോയിഡ് പ്രോട്ടീൻ അടിഞ്ഞുകൂടുന്നതിലാണ് ആൽഷിമേഴ്സ് വരുന്നത്. അമൈലോയിഡ് പ്രോട്ടീൻ സാവധാനം നാഡീകോശങ്ങളെ നശിപ്പിക്കുന്നു. ഇത് ആരംഭിക്കുന്നത് തലച്ചോറിന്റെ മെമ്മറിയായ ഹിപ്പോകാമ്പസിലാണ്. പിന്നീട് ഇത് മറ്റ് ഭാഗങ്ങളിലേക്കും വ്യാപിക്കുന്നു. ആൽഷിമേഴ്സിനെ എങ്ങനെ കണ്ടെത്താം? ശാരീരിക പരിശോധനയും ന്യൂറോളജിക്കൽ പരിശോധനയും നടത്താം. രോഗലക്ഷണങ്ങളുടെ മറ്റ് സാധ്യമായ കാരണങ്ങൾ നിരസിക്കാൻ രക്തം, മൂത്രം എന്നിവ പരിശോധിക്കുന്നു. ഒപ്പം ബ്രെയിൻ CT, ബ്രെയിൻ MRI, പെറ്റ് സ്കാനിംഗ് എന്നിവ നടത്താം. ആൽഷിമേഴ്സ് രോഗത്തിന് ചികിത്സയില്ല. രോഗലക്ഷണങ്ങൾ വഷളാകുന്നത് താൽക്കാലികമായി മന്ദഗതിയിലാക്കാം എന്നു മാത്രം. കഴിയുന്നത്ര നേരത്തെ ചികിത്സ ആരംഭിച്ചാൽ കുറച്ചു കാലത്തേക്ക് ദൈനംദിന പ്രവർത്തനം നിലനിർത്താൻ സാധിക്കും. ആൽഷിമേഴ്സ് രോഗിയേക്കാൾ കൗൺസിലിംഗ് ആവശ്യമുള്ളത് ആൽഷിമേഴ്സ് രോഗിയെ ശുശ്രൂഷിക്കുന്നവർക്കാണ്. Thanks for watching. If you're liking my videos, please do like, share and subscribe. Thank you.